ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 44. കേറ്. അകത്തേക്ക് കയറി വരാൻ അനുവാദം കൊടുത്തിട്ടും ക്ലാസിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നവളോട് മഹാദേവൻ ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും അകത്തേക്ക് കയറി വരാത്തവൾ ദേവനിൽ വീണ്ടും സംശയം ജനിപ്പിച്ചു. പെണ്ണ് കണ്ണും മിഴിച്ചാണ് തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്, ഏതോ സ്വപ്നലോകത്തെന്നതുപോലെ. അതുമാത്രമല്ല, തന്നെ തുറച്ചു നോക്കുന്നുമുണ്ട്. ഈ പെണ്ണിനിതെന്തു പറ്റി? രാവിലെ വരുന്നിടം വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നല്ലോ. ദേവൻ അവളെ സംശയത്തോടെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. വൈശാഖിക്ക് ക്ലാസ്സിലേക്ക് കയറണമെന്നില്ലേ? അവൻ ഒരു വട്ടം കൂടി വിളിച്ചു. വരുവാ സാർ. സ്വബോധം വന്നതും ഒന്ന് ഞെട്ടിക്കൊണ്ട് തലയും കുടിഞ്ഞ് ക്ലാസ്സിനുള്ളിലേക്ക് കയറി വന്ന വൈശാഖിയെ നല്ലവണ്ണം വിയർത്തിരുന്നു. ക്ലാസ് റൂമിൻ്റെ ഒറ്റ നടുക്കിൽ കിടക്കുന്ന ടേബിളിൽ ചാരി നിൽക്കുന്ന മഹാദേവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നതും അവളിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വെപ്രാളവും പരവേശവും ഒരുപോലെ വീണ്ടും ഉടലെടുത്തു. പേടിയും വിറയലും സന്തോഷവും ആശ്ചര്യവും ഒക്കെ കൂടിക്കുഴഞ്ഞൊരവസ്ഥ. പക്ഷെ മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് ഒരു പാവയെപ്പോലെ തൻ്റെ സീറ്റിലേക്ക് ഇരിക്കാനായി വരുന്ന ആ പാവത്തിനെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഒട്ടൊരു സംശയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അതിൽ ബാലുവിനായിരുന്നു ഏറെ ആശങ്ക. റോസും ജോബിനും നിർമ്മലും നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വൈശാഖി ചെന്ന് ബെഞ്ചിലേക്ക് ഇരുന്നതും മഹാദേവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് കടന്നു. എങ്കിലും ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ വൈശാഖിയുടെ നേർക്ക് നീളുന്നുണ്ടായിരുന്നു. താൻ പഠിപ്പിക്കുന്ന ഓരോ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കാതെ തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണ്. അവളുടെ ആ സ്വയം മറന്നുള്ള നോട്ടം കണ്ടതും ക്ലാസ് എടുക്കുവാൻ മഹാദേവന് പലപ്പോഴും പറ്റാതെ വന്നു. എങ്കിലും അവനത് കാര്യമാക്കാതെ സ്വയം നിയന്ത്രിച്ചു. പതിവിന് വിപരീതമായി അവൻ ആ പെണ്ണിനെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയില്ല. ചോദ്യങ്ങൾ ചോദിച്ചില്ല, എംപോസിഷൻ എഴുതിപ്പിച്ചില്ല. പകരം അവൾക്കിത് എന്തു പറ്റി എന്നുള്ള ആശങ്കയിലായിരുന്നു ദേവൻ. എങ്കിലും ഒട്ടൊരു നീരസത്തോടെ തൻ്റെ ടോപ്പിക്ക് നിർത്താതെ എടുത്തുകൊണ്ടിരുന്നവൻ, ഡി വൈഷു. മഹാദേവൻ തിരിഞ്ഞു നിന്ന് വൈറ്റ് ബോർഡിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന തക്കം നോക്കി ബാലു തൻ്റെ എതിർവശത്തായിട്ടിരിക്കുന്ന ഇടത്തെ കയ്യിൽ ഒട്ടൊരു ഊക്കോടെ തട്ടി. അപ്രതീക്ഷിതമായ അടിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും സ്ഥലകാല ബോധം വന്നപ്പോൾ അവൾ നെഞ്ചിനു മുകളിൽ വലമ്പായി ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വയം ആശ്വസിപ്പിച്ചു. എന്താ ബാലു? അവൾ നെഞ്ചൊന്ന് തടവി വിട്ടു. എന്താടി നിനക്ക് പറ്റിയേ? പെണ്ണിൻ്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു ആദി പൂണ്ട ബാലു അക്ഷമയോടെ തിരക്കി. ഇടയ്ക്ക് ദേവനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബാലു, ഞാൻ പറയാവേ, ക്ലാസ് കഴിഞ്ഞ്. അവൾ രഹസ്യം പോലെ അയാളോട് പറഞ്ഞുകൊണ്ട് പരിഭ്രമത്തോടെ ആംഗ്യം കാട്ടുന്നതിനോടൊപ്പം തന്നെ മഹാദേവനെ നോക്കുന്നുണ്ടായിരുന്നു. അറിയാനുള്ള ആകാംക്ഷ അടക്കി പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നെങ്കിലും ബാലു സ്വയം അടങ്ങിക്കൊണ്ട് സമ്മതം അറിയിച്ചു. എന്നിട്ട് മകൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എങ്കിലും വൈശാഖിക്ക് എന്തു പറ്റിയെന്നുള്ള ചോദ്യത്തിന് 1000 സംശയങ്ങൾ അയാളുടെ മനസ്സിൽ കൂടി അപ്പോഴും കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് അസൈൻമെൻറ്റ് പേപ്പർ കൊണ്ട് സ്റ്റാഫ് റൂമിൽ പോകുന്നിടം വരെ അവൾ ഓക്കെ ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ തൊട്ടാണ് ഈ മാറ്റം. ഇവൾ ഇങ്ങനെയൊക്കെ കണ്ണും വീഴ്ചിരിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അതിപ്പോൾ എന്തായിരിക്കും? ആരായിരിക്കും അതിന് പിന്നിൽ? ഇനി നീരജ വല്ലതുമാണോ കാരണം? ആദ്യമായി ഭാസ്കരനിൽ നീരജയെക്കുറിച്ചുള്ള സംശയങ്ങൾ തലപൊക്കി. അവൾ ഈ പെണ്ണിനെ വല്ലതും പറഞ്ഞു കാണുമോ? കഴിഞ്ഞ ദിവസം കൂടി താൻ കണ്ടതേയുള്ളൂ ദേവനെ കാണുമ്പോൾ ഉള്ള പെണ്ണിൻ്റെ ഇളക്കം. അന്നേ തനിക്ക് ചെറിയ രീതിയിലൊരു ഡൗട്ട് അടിച്ചതുമാണ്. ഇന്നലെ സേതു വിളിച്ച് ദേവൻ്റെയും നീരജയുടെയും കെട്ടിൻ്റെ കാര്യം കൂടി അവതരിപ്പിച്ചപ്പോഴാണ് നീരജയ്ക്ക് എൻ്റെ ചെക്കൻ്റെ മേലൊരു കണ്ണുണ്ടെന്നുള്ള കാര്യം നാം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് അപ്പോൾ തന്നെ വൈശാഖിയുടെ കാര്യം പറഞ്ഞ് സേതുവിനെ തിരിച്ച് മടക്കി അയക്കുകയും ചെയ്തു. ഇനി സേതു എങ്ങാനും ചെന്ന് നീരജയോട് കാര്യം പറഞ്ഞ് കാണുമോ? ആ പെണ്ണതറിഞ്ഞിട്ട് വൈശു കൊച്ചിനോട് വല്ല വേണ്ടാതീനും ഓതിക്കൊടുത്ത് കാണുമോ? ചോദ്യങ്ങൾ ചോദിച്ച ഒടുവിൽ മടുത്തെന്നായപ്പോൾ ഭാസ്കരൻ ആദിയോടെ സ്വയം തലയിലൊന്ന് തല്ലിപ്പോയി. ആ സമയത്താണ് ബെല്ലടിച്ചതും മഹാദേവൻ ക്ലാസ് നിർത്തി പുറത്തേക്ക് പോകുവാനായി തുടങ്ങിയതും. ദേവൻ ക്ലാസിൻ്റെ വാതിൽ കടക്കുന്നത് കണ്ടതും ബാലു ഒറ്റ ചാട്ടത്തിന് അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. പറയടി, എന്താ പറ്റിയേ? ആരെങ്കിലും എന്തെങ്കിലും നിന്നെ പറഞ്ഞോ? നീ എന്താ ഇങ്ങനെ കിളി പോയ പോലെ ഇരിക്കുന്നേ? ഒട്ടൊരു വെപ്രാളത്തോടെ ഭാസ്കരൻ അവളോട് ചോദിച്ച് അവസാനിപ്പിച്ചപ്പോഴേക്കും
മഹാദേവൻ പഴയതുപോലെ ക്ലാസ്സിലേക്ക് തിരിച്ചു കയറി വന്നു കഴിഞ്ഞിരുന്നു. അവനെ കണ്ടതും പൊടുന്നനെ എഴുന്നേറ്റ് നിന്ന കുട്ടികളെ എല്ലാവരെയും കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടി ഇരിക്കുവാൻ ദേവൻ പറഞ്ഞു. എന്നിട്ട് ബെഞ്ചിലിരിക്കുന്ന വൈശാഖിയുടെയും അടുത്ത് നിൽക്കുന്ന അച്ഛനെയും ഒന്ന് ഇരുത്തി നോക്കി. മകൻ്റെ നോട്ടം കണ്ടതും ഭാസ്കരൻ അവനെ ഒന്ന് ഇളിച്ചു കാട്ടിയിട്ട് വേഗത്തിൽ തന്നെ സ്വന്തം സീറ്റിലേക്ക് പോയിരുന്നു. വൈശാഖി, കം വിത്ത് മീ. ശേഷം ക്ലാസ്സിലിരിക്കുന്ന ആരെയും തെല്ലും വകവയ്ക്കാതെ വൈശുവിൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി ഗൗരവത്തോടെ വിളിച്ചു ചെക്കൻ. സർ. ധൃതിയിൽ ചാടി എഴുന്നേറ്റ് നിന്നവളുടെ മുഖത്ത് വീണ്ടും വെപ്രാളം നിറഞ്ഞു. സാറിപ്പോൾ എന്തിനായിരിക്കും തന്നെ വിളിച്ചത്? ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോഴുള്ള തൻ്റെ വെപ്രാളം കണ്ടിട്ടോ? അത് സാറ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാതെ ക്ലാസ്സിലിരുന്നതിനോ? എന്തായാലും ഈ വിളി അത്ര നല്ല കാര്യത്തിനല്ല. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ കൈവെള്ള കൊണ്ട് അമർത്തി തുടച്ചിട്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ വൈശുവിൻ്റെ മനസ്സിൽ പേടിയും പരവേശവും ആവോളം ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. എങ്കിലും മഹാദേവൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നെന്നുള്ള വാർത്ത അവളിൽ ഇത്തിരി നാണവും ഉണ്ടാക്കി. കയറി ചെന്നതേ വൈശാഖിയുടെ കണ്ണുകൾ നേരെ പാഞ്ഞത് മഹാദേവൻ ഇരിക്കുന്ന കസേരയിലേക്കായിരുന്നു. പക്ഷെ ശൂന്യമായ അവിടം പെണ്ണിനെ നെറ്റി ചുളിപ്പിച്ചു. അവനെതിരായി കിടക്കുന്ന കസേരയിൽ ഇരിക്കുന്ന നീരജയെ കണ്ടതും വൈശു ഉടൻ തന്നെ ഒട്ടൊരു സങ്കടത്തോടെ കണ്ണുകൾ മാറ്റിക്കളഞ്ഞു. ഇത്തിരി മുൻപ് അവർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു പെണ്ണിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ തികട്ടി വന്നത്. എന്താണ് വൈശാഖി? ഇംഗ്ലീഷ് ലെക്ചറായ ഡേവിഡ് സാർ അവളെ അവിടെ കണ്ടതും പൊടുന്നനെ തിരക്കി. മഹാദേവൻ സാറ്. വൈശാഖി ബഹുമാനത്തോടെ അയാളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. സാറിപ്പോഴാ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? ഡേവിഡ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു കാട്ടി. താങ്ക് യു സർ. ഭവ്യതയോടെ ഡേവിഡിനെ നോക്കി തലയാട്ടിക്കൊണ്ട് സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് അവൾ ഇറങ്ങി. അതേസമയം വൈശാഖിയെ നോക്കി പല്ലിഞ്ഞിരിക്കുന്ന നീരജയെ പെണ്ണപ്പോൾ കണ്ടിരുന്നില്ല. സാറല്ലേ എന്നോടിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? എന്നിട്ട് എങ്ങോട്ടേക്ക് ഇത്ര പെട്ടെന്ന് മാഞ്ഞുപോയി? സ്റ്റാഫ് റൂമിന് മുൻപിലുള്ള നീളൻ വരാന്തയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വൈശു ചുറ്റും കണ്ണോടിച്ചു. പക്ഷേ എവിടെയും മഹാദേവനെ അവൾ കണ്ടില്ല. വൈശാഖി. കുറച്ച് നിമിഷങ്ങൾ അവിടെ നോക്കി നിന്നിട്ട് പെണ്ണ് നിരാശയുടെ ക്ലാസ്സിന് നേർക്ക് മെല്ലെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പൊടുന്നനെ ദേവൻ്റെ മുഴക്കമുള്ള പിൻവിളി അവളെ തേടിച്ചെന്നത്. സർ. വൈശു കാലുകൾ ധൃതിയിൽ പിന്നിലേക്കാക്കി നോക്കുമ്പോൾ കണ്ടു സ്റ്റാഫ് റൂമിന് മുൻപിലായി തന്നെ നോക്കി നിൽക്കുന്ന മഹാദേവൻ സാറിനെ. ആള് ഗൗരവത്തിലാണെന്നുള്ള കാര്യം വൈശാഖി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടൊരു പരിഭ്രമത്തോടു കൂടിയാണ് അവൾ മഹാദേവൻ്റെ അരികിലേക്ക് പതിയെ നടന്നു ചെന്നതും. നിനക്കെന്തു പറ്റി? തൊട്ടു മുൻപിൽ മുഖം കുനിച്ച് നിൽക്കുന്നവളോട് ദേവൻ അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. പെണ്ണതിനുള്ള മറുപടിയൊന്നും കൊടുത്തില്ല. മുഖം കുനിച്ച് അങ്ങനെ തന്നെ നിൽപ്പ് തുടർന്നു. സാർ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത അവളിലപ്പോൾ ചെറിയ രീതിയിലുള്ള നാണവും വരുത്തിയിരുന്നു. നിന്നോടാ വൈശാഖി ഞാൻ ചോദിച്ചേ, നിനക്കിതെന്തു പറ്റി? അവൻ്റെ ഒച്ച ഇത്തിരി കൂടി ഒന്ന് ഉയർന്നു. അത് കേട്ടതും അവളിൽ ചെറിയൊരു ഞെട്ടലുണ്ടായി. നീരജയിൽ നിന്നും പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയുവാൻ തോന്നിയെങ്കിലും ആ നേരം അവളെ എന്തോ ഒന്ന് പിന്നിലേക്ക് വലിച്ചു എന്നതാണ് സത്യം. ബാലുവിനോട് ആദ്യം പറയാം, അത് കഴിഞ്ഞ് മതി സാറിനോട്. പെണ്ണപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് അതായിരുന്നു. ഇന്ന് നീ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചോ? വീണ്ടും അവൻ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അപ്പോഴും മഹാദേവൻ്റെ ശബ്ദത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആഹാ. വൈശാഖിയുടെ മുഖം നിഷേധാർത്ഥത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും ചതിച്ചു. പിന്നെ നീ ഏത് ലോകത്തിലായിരുന്നു? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാവിലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നവൾക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ള ആദ്യമായിരുന്നു മഹാദേവനിൽ. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്നും പിന്നെയും വല്ല വിളിയും വന്നോ എന്നൊരു സംശയവും അവനുണ്ടായിരുന്നു. ആഹാ. അതിനും ഇല്ല എന്ന രീതിയിൽ വൈശു തലയാട്ടിയതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് നീ ഇന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല? പിന്നെ എന്തുകൊണ്ട് നീ ഇത്ര നേരവും തലയും കുനിച്ച് പിടിച്ചുകൊണ്ട് ക്ലാസ്സിലിരുന്നു? ദേവൻ ഒരടി കൂടി പെണ്ണിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് മുരണ്ടു. വൈശാഖിക്ക് പേടി തോന്നി. അവൾ കൈവിരലുകൾ രണ്ടും ഇണച്ചും പിരിച്ചും നിന്നുകൊണ്ട് നീങ്ങിപ്പോയി. ഉള്ളിലുള്ള പ്രണയം അവൻ്റെ സാമീപ്യത്താൽ പുറത്തേക്ക് വരുന്നത് പോലെ. നേരെ നോക്ക് വൈശാഖി. പതിയെങ്കിലും അവൻ്റെ ഒച്ചയ്ക്ക് മൂർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞെട്ടിക്കൊണ്ടാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കിയതും. എന്നിട്ട് ആ കണ്ണുകളിൽ അവൾ തന്നോടുള്ള പ്രണയം തിരഞ്ഞു.
പക്ഷേ എവിടെയും അവൾക്കത് കാണാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു സത്യം. നിനക്ക് എന്താ പറ്റിയേ? നിന്റെ വീട്ടിൽ നിന്ന് വിളി വല്ലതും വന്നോ? അതോ സിദ്ധാർത്ഥ് വല്ലോ നിന്നെ പറഞ്ഞോ? ചോദിക്കുമ്പോൾ മഹാദേവനെ നെറ്റി ചുളിഞ്ഞിരുന്നു. അത് സാർ, അത് പിന്നെ... അവൻ്റെ ആ തീഷ്ണത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും വൈശു ആ നേരം ഭയപ്പെട്ടു. അവളുടെ ഉള്ളിലുള്ളതിനെപ്പോഴും ചൂഴ്ന്നെടുക്കുന്ന രീതിയിലായിരുന്നു ആ നോട്ടം. എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന അത്രയും കാലം നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് വൈശാഖി. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോടോ എൻ്റെ അച്ഛനോടോ തുറന്നു പറയണം. അതെനിക്ക് നിർബന്ധമാണ്. അതൊരു നിർദ്ദേശം മാത്രമല്ലായിരുന്നു, അവനിൽ നിന്ന് വന്ന ഒരാജ്ഞ പോലെയായിരുന്നു. പക്ഷെ ആ പറച്ചിലിൽ വൈശു ഒന്ന് ഞെട്ടിപ്പോയി. ഒട്ടൊരു മരവിപ്പോടെ പെണ്ണ് ശില പോലെ നിന്നുപോയി. ആ വീട്ടിൽ നിന്ന് പഠിക്കുന്ന അത്രയും കാലം മാത്രമേ സാറിന് എന്നോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളൂ എന്ന്, അത് കഴിഞ്ഞ ഇല്ലെന്ന്, അതല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെ, അത് തന്നെയാണ്. അപ്പോൾ എന്നോടുള്ള ഇഷ്ടം അതെവിടെ പോയി? നീരജ മാഡത്തിനോട് പറഞ്ഞതൊക്കെ അപ്പോൾ കള്ളങ്ങളായിരുന്നോ? ഇടിമിന്നലേറ്റതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. കേട്ട കാര്യങ്ങളുടെ പകപ്പിലായിരുന്നു അവൾ. തൻ്റെ പ്രണയം താൻ പറയാതെ തന്നെ തനിക്ക് കിട്ടിയല്ലേ എന്നോർത്തുള്ള സന്തോഷത്തിലായിരുന്നു ഇത്രയും നേരവും. അതാണ് സാറിൻ്റെ ഈ ഒറ്റ പറച്ചിലിൽ ഇല്ലാതായി പോയത്. മണിക്കൂർ പോലും തികയാതെ മരിച്ചുപോയോ തൻ്റെ പ്രണയം? വൈശുവിൻ്റെ ചുണ്ടുകൾ വിറച്ചുപോയി. ദേഷ്യവും സങ്കടവും നിരാശയും എല്ലാം കൂടി ഒരുമിച്ച് വന്നതുപോലെ തോന്നി പെണ്ണിന്. വൈശാഖി, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? തന്നെയും വീഴ്ച നോക്കി നിൽക്കുന്നവളുടെ ഉള്ളം അറിയാതെ ചെക്കനും പരവേശപ്പെട്ടു തുടങ്ങിയിരുന്നു. സാറിന് ഞാൻ സാറിൻ്റെ വീട്ടിൽ നിൽക്കുന്ന അത്രയും നാളെ എന്നോട് ഉത്തരവാദിത്വം ഉള്ളോ? കണ്ണു നിറയ്ക്കാതെ ശബ്ദം ഇടറിക്കാതെ അവൾ എങ്ങനെയൊക്കെയോ ചോദിച്ചു പോയി. അവനോടുള്ള പരിഭവമായിരുന്നു അതിൽ മുഴുവനും. പക്ഷേ മഹാദേവൻ അത് അറിയാതെ പോയി. അതെ, എന്തേ? അവളുടെ ചോദ്യത്തിന് പിന്നിലുള്ള അർത്ഥം മനസ്സിലാവാത്ത എൻ്റെ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് വളരെ പെട്ടെന്നായിരുന്നു. അവൾ എന്തിനാണ് തന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പോലും ദേവൻ ഒരു പിടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചിട്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും സാറിന് പിന്നെ ഉണ്ടാവില്ലേ? അവനിലെ ഇഷ്ടം എങ്ങനെയെങ്കിലും പുറത്തു വന്നാലോ എന്നുള്ള ഒരു കൗമാരക്കാരിയുടെ ബാലിശമായ ചോദ്യമായിരുന്നു. അതിങ്ങനെയാ ഉണ്ടാവാ? നിന്റെ റെസ്പോൺസിബിലിറ്റി നിന്റെ പേരൻസിന് മാത്രമുള്ളതാണ് വൈശാഖി. ഉത്തരം പറയുവാൻ ദേവൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ തന്നെ ഉള്ളിൽ പ്രണയമില്ലാത്തവന് അവളോടും മറ്റെന്തുത്തരമാണ് കൊടുക്കാൻ കഴിയുക? അപ്പോൾ സാറിന് എന്നെ ഇഷ്ടപ്പെട്ടത് എന്തിനാ? ഇത്തവണ അവൾ വിതുമ്പിപ്പോയിരുന്നു. ചോദിക്കണമെന്ന് നിരീക്ഷിച്ചില്ല. പക്ഷേ അവൻ്റെ ആ സംസാരം ആ പാവത്തിനെ നെഞ്ചുലച്ചു കളഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആര്? നീ എന്തൊക്കെയാ വൈശാഖി വിളിച്ചു പോകുന്നേ? അതൊരു കോളേജാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ ചെക്കൻ അവൾക്ക് നേരെ ചീറിക്കൊണ്ട് വിരൽ ചൂണ്ടി. വൈശാഖിയോടുള്ള സ്നേഹവും കരുതലും മാറി അവിടെ വെറുപ്പ് നിറഞ്ഞ പോലെ. സർ, ഞാൻ... അവൻ്റെ ആ ഭാവമാറ്റം കണ്ടവളുടെ വിതുമ്പൽ ഏങ്ങലടിയിലേക്ക് മാറുവാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. തിരസ്കാരം, അവനിൽ നിന്നും കിട്ടിയ തിരസ്കാരം. വൈശുവിന് നൊന്തു. അവൾക്ക് കരച്ചിൽ വന്നു. പെണ്ണിൻ്റെ കണ്ണുകൾ പെയ്യുവാൻ തുടങ്ങി. അപ്പോഴും ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് വൈശാഖി എന്ന നീരജയോട് പറഞ്ഞ സാറിൻ്റെ വാക്കുകൾ മാത്രം അവളുടെ നെഞ്ചിൽ അങ്ങനെ തന്നെ മായാതെ പതിഞ്ഞു കിടന്നു. മാഡം എന്തിന് കള്ളം പറയണം? അതിൻ്റെ ആവശ്യം എന്താണ് മാഡത്തിന്? വൈശാഖിയുടെ മുഖം ചുവന്നു കയറി. സാറല്ലേ നീരജ മാഡത്തിനോട് പറഞ്ഞേ സാർ എന്നെ കെട്ടാൻ പോവാന്ന്? എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അപ്പോൾ കള്ളായിരുന്നോ? ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കരയുന്നവളുടെ വാക്കുകൾ ഒരു കൂരമ്പ് പോലെയാണ് മഹാദേവൻ്റെ നെഞ്ചിൽ ചെന്ന് തറച്ചത്. തമാശയ്ക്ക് പറഞ്ഞതാണ്, നീരജയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ ഇതിവളെങ്ങനെ അറിഞ്ഞു? ഒരു 100 ചോദ്യങ്ങൾ മനസ്സിൽ തെളിയുന്നതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള കുറ്റബോധം അവനിൽ അപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. നിവർത്തുകേടുകൊണ്ട് പറഞ്ഞു പോയൊരു കാര്യം അതിത്രയ്ക്കും പ്രശ്നമായോ? മഹാദേവൻ തറഞ്ഞു നിന്നുപോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എനിക്കൊന്ന് കഥ എഴുതാൻ പറ്റിയില്ല, കഥ ഇടാനും പറ്റിയില്ല. കാരണം നല്ല തിരക്കുകളിൽ പെട്ടുപോയതാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നാളെ തൊട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്സ് മുടക്കം വരാതെ ഇടുന്നതായിരിക്കും കേട്ടോ.